നമസ്കാരം, UNIയിലേക്ക് സ്വാഗതം. ഞാൻ ജോയൽ. നമുക്കിന്ന് ഒരുപാട് പേയ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. അതിലേറ്റവും പ്രബലമായ രണ്ടെണ്ണമാണ് ക്രെഡിറ്റ് കാർഡും അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡ്. ഇനി എന്താണ് ക്രെഡിറ്റ് കാർഡും അല്ലെങ്കിൽ എന്താണ് ഡെബിറ്റ് കാർഡും? പലരും ക്രെഡിറ്റ് കാർഡ് എന്ന് കേൾക്കുമ്പോൾ പേടിച്ച് ഓടുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും എന്താണ്, അല്ലെങ്കിൽ ഇതുകൊണ്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും എന്താണ് എന്നൊക്കെ ഒന്ന് നോക്കാം. ക്രെഡിറ്റ് കാർഡ് സാധാരണയായി എല്ലാവർക്കും കിട്ടുന്ന ഒന്നല്ല. എന്നാൽ ഡെബിറ്റ് കാർഡ് നമ്മൾ അക്കൗണ്ട് എടുക്കുന്ന ഒപ്പം തന്നെ നമുക്ക് നൽകപ്പെടുന്ന ഒന്നാണ്. അതുപയോഗിച്ച് നമ്മുടെ അക്കൗണ്ടിൽ ഉള്ള നമ്മുടെ പൈസ നമുക്ക് എടുക്കാൻ സാധിക്കും. അതേസമയം ക്രെഡിറ്റ് കാർഡ് കിട്ടണമെങ്കിൽ ചില നിബന്ധനകളുണ്ട്. ബാങ്കിലേക്ക് ചെന്നാൽ എല്ലാവർക്കും കൊടുക്കില്ല ക്രെഡിറ്റ് കാർഡ്. ബാങ്കുകൾ മാത്രമല്ല ക്രെഡിറ്റ് കാർഡ് കൊടുക്കുന്നത്, മറ്റ് ചില സ്ഥാപനങ്ങളും ക്രെഡിറ്റ് കാർഡ് കൊടുക്കാറുണ്ട്. അത് അവിടെ നിന്ന് നമ്മൾ സാധനം വാങ്ങുന്നതും അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ അതിനൊരു ടോക്കണായിട്ട് അല്ലെങ്കിൽ ഇത് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ക്രെഡിറ്റ് കാർഡുകൾ കൊടുക്കുക. ഇനി ഡെബിറ്റ് കാർഡ് എല്ലാവർക്കും സ്വന്തമാക്കാമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ അക്കൗണ്ടിലുള്ള പണം വിഡ്രോ ചെയ്യാനും അത് യൂസ് ചെയ്യാനും മാത്രമാണ് ഡെബിറ്റ് കാർഡ് കൊണ്ട് പറ്റുക. ഇനി മണി മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സാമ്പത്തിക അച്ചടക്കം ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും നല്ലത് ഡെബിറ്റ് കാർഡ് തന്നെയാണ്. കാരണം അവരുടെ അക്കൗണ്ടിലുള്ള അല്ലെങ്കിൽ ബാലൻസ് ഉള്ള പൈസ കൊണ്ട് മാത്രമായിരിക്കും അവർക്ക് ഉപയോഗിക്കാൻ പറ്റുക. അത് കഴിഞ്ഞാൽ അതിൻ്റെ ലിമിറ്റും കഴിയും. ഇനി ക്രെഡിറ്റ് കാർഡ് കിട്ടണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ചില നിബന്ധനകളുണ്ട്. അതിലൊന്നാണ് സിബിൽ സ്കോർ അല്ലെങ്കിൽ ഡെബിറ്റ് സ്കോർ അല്ലെങ്കിൽ ക്രെഡിറ്റ് സ്കോർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ക്രെഡിറ്റ് സ്കോർ അല്ലെങ്കിൽ സിബിൽ സ്കോർ? ഇത് 300 തൊട്ട് 900 വരെയുണ്ട്. ഇതിനിടയിൽ ഒരു 400, 500 ഒക്കെ ആണെങ്കിൽ സാധാരണയായി ക്രെഡിറ്റ് കാർഡ് കൊടുക്കാറില്ല. ക്രെഡിറ്റ് കാർഡ് കിട്ടണമെങ്കിൽ സിബിൽ സ്കോർ 750-ന്റെ മുകളിലെങ്കിലും വരണം. ഇതിനർത്ഥം വളരെ കൃത്യമായി ഈ വ്യക്തി ലോണുകൾ തിരിച്ചടയ്ക്കുന്നുണ്ട്, അവരുടെ അക്കൗണ്ടിൽ സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്നുണ്ട് എന്നാണ്. ഇതുകൊണ്ട് ബാങ്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കും ഇയാൾക്ക് പണം കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾ തിരിച്ചു തരുമെന്നുള്ളത്. ഇനി എന്താണ് ക്രെഡിറ്റ് കാർഡ്? സാധാരണയായിട്ട് നമ്മളൊന്ന് ആക്സിഡൻ്റായി അല്ലെങ്കിൽ ആശുപത്രിയിലൊക്കെ ആയിക്കഴിഞ്ഞാൽ വളരെ അത്യാവശ്യമായിട്ട് കുറച്ച് പൈസ റേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഈ സമയത്ത് നമ്മുടെ കയ്യിൽ പൈസ ഇല്ല എന്നിരിക്കട്ടെ, നമ്മളപ്പോൾ ഒരു കൂട്ടുകാരനെയോ അല്ലെങ്കിൽ സുഹൃത്തിനെയോ വിളിച്ചിട്ട് അവരെ കൺവിൻസ് ചെയ്യേണ്ടതായിട്ട് വരും. എനിക്ക് ഇത്ര രൂപ ആവശ്യമുണ്ട്, ഞാൻ ആശുപത്രിയിലാണ്, വണ്ടി ഓടിച്ച് വീണതാണ്, അല്ലെങ്കിൽ വണ്ടി ആക്സിഡൻ്റ് ആയിട്ടതാണ്. അപ്പോൾ മറു ചോദ്യങ്ങളുണ്ടാവും. എന്തിനാണ് നീ വണ്ടി അങ്ങനെ ഓടിക്കാൻ പോയത്? നിൻ്റെ ശ്രദ്ധയില്ലാഞ്ഞിട്ടല്ലേ? ഇങ്ങനെ ഒരുപാട് സാധനങ്ങളും ഒരുപാട് കൺവിൻസിങ്ങും ആവശ്യമാണ് നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്ന് പൈസ മേടിക്കാൻ. അല്ലെങ്കിൽ ചിലപ്പോൾ വിളിക്കുമ്പോൾ പറയും, അയ്യോ ഇന്നലെ ആയിരുന്നു കിട്ടിയാനെ, ഇന്നില്ല എന്നൊക്കെയുള്ള വാദങ്ങൾ നമ്മൾ ഒരുപാട് കേൾക്കാറുണ്ട്. ഇനി ഒരു നിബന്ധനകളുമില്ലാതെ നമുക്ക് ഈ പണമൊക്കെ ഒരാൾ തരാൻ തയ്യാറാണെങ്കിലോ, അയാൾക്ക് ഒരു ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടതില്ലെങ്കിലോ? ഇങ്ങനെയാണ് ക്രെഡിറ്റ് കാർഡ് സംവിധാനം പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്. ആരുടെയും അപ്രൂവൽ ഇല്ലാതെ, ആരെയും കൺവിൻസ് ചെയ്യാതെ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് വേണ്ട പണം അത്യാവശ്യമായിട്ട് മാത്രം ഉപയോഗിക്കുക. നമുക്ക് 2 ആഴ്ച കഴിഞ്ഞോ 3 ആഴ്ച കഴിഞ്ഞോ അല്ലെങ്കിൽ മാസാവസാനമോ നമുക്ക് പൈസ കിട്ടുമ്പോൾ മാത്രം ഇത് തിരിച്ചടയ്ക്കുക. ഇതിന് ഇൻട്രസ്റ്റുമില്ല. ഇതിൻ്റെ ഒരു നല്ല സൈഡാണ്. എന്നാൽ ക്രെഡിറ്റ് കാർഡിന് ചില ദൂഷ്യവശങ്ങൾ കൂടിയുണ്ട്. അത് നമുക്ക് പിന്നീട് പറയാം. ഇനി അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും ക്രെഡിറ്റ് കാർഡ് കിട്ടണമെന്നുമില്ല. ഇതിന് ചില നിബന്ധനകളൊക്കെയുണ്ട്. അതിലൊന്നാണ് ക്രെഡിറ്റ് കോഡ് അല്ലെങ്കിൽ സിബിൽ സ്കോർ എന്നൊക്കെ പറയുന്നത്. ഏകദേശം 300 തൊട്ട് 900-നിടയിലാണ് ഇത് നിൽക്കുക. 300-400 ഒക്കെ ആണെങ്കിൽ അതിനർത്ഥം ഈ വ്യക്തിക്ക് സാമ്പത്തിക ഭദ്രതയില്ലെന്നും അയാൾ പൈസയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത ആളുമാണ്. ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടയ്ക്കുന്ന ഒരാൾക്ക് മാത്രമാണ് അവർ പൈസ കൊടുക്കുക. അതിപ്പോൾ നമ്മുടെ ബന്ധങ്ങളിലാണെങ്കിലും നമുക്ക് തരുന്ന ഒരാൾക്ക് മാത്രമല്ലേ നമ്മളും പൈസ കൊടുക്കൂ. അതുപോലെ തന്നെയാണ് ബാങ്കുകളും പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ കൃത്യമായിട്ട് തിരിച്ചടയ്ക്കുന്നവർക്ക് സിബിൽ സ്കോർ കൂടിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ ക്രെഡിറ്റ് സ്കോർ കൂടിക്കൊണ്ടിരിക്കും. ഒരു 750-ന് മുകളിലൊക്കെ വന്നാൽ മാത്രമാണ് അയാൾക്ക് ക്രെഡിറ്റ് കാർഡ് കിട്ടുക. അതുമാത്രമല്ല, നിശ്ചിത പൈസ ഓരോ മാസവും അയാളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ കയറി ഇറങ്ങുന്നുണ്ടെന്ന് ബാങ്കിന് ഉറപ്പാവുകയും വേണം. അതുകൊണ്ടാണ് കൂടുതലായിട്ടും സാലറി ബേസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ക്രെഡിറ്റ് കാർഡ് പെട്ടെന്ന് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ കുറച്ച് ഗുണങ്ങൾ പറയാം. ക്രെഡിറ്റ് കാർഡ് പലരും പല ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത്. ഒരുപാട് ക്രെഡിറ്റ് കാർഡുകളുമുണ്ട്. ഇവയെല്ലാം പല രീതിയിലുള്ള ഓഫറുകളും നമുക്ക് നൽകുന്നുണ്ട്. ചിലർ
പെട്രോൾ അടിക്കുമ്പോൾ അല്ലെങ്കിൽ ഡീസൽ അടിക്കുമ്പോൾ നമുക്ക് ഓഫർ തരും. ചിലർ സാധനങ്ങൾ വാങ്ങുന്നതിനായിരിക്കും. എന്നാൽ ചില കാർഡുകൾ യാത്ര ചെയ്യുന്നതിനായിരിക്കും. മറ്റ് ചില കാർഡുകൾ ഷോപ്പ് ചെയ്യുന്നതിനായിരിക്കും. ചില കാർഡുകൾ നമ്മൾ ഫുഡ് കഴിക്കുന്നതിനുമായിരിക്കും. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ നോക്കി വേണം ഏത് തരത്തിലുള്ള കാർഡ് വേണം നമ്മൾ ഉപയോഗിക്കാൻ എന്ന് നമ്മൾ തിരഞ്ഞെടുക്കണം. അത് മാത്രമല്ല, ഓരോ കാർഡിൻ്റെയും ടേംസ് ആൻഡ് കണ്ടീഷൻസ് അതുപോലെ തന്നെ അവരുടെ പോളിസികൾ വളരെ കൃത്യമായി വായിച്ച് പഠിച്ചിരിക്കണം. കാരണം പല വലിയ ഓഫർ തരുന്ന കാർഡുകൾക്ക് പുറകിൽ ചില ഹിഡൻ ചാർജസുമുണ്ട്. ക്രെഡിറ്റ് കാർഡുകൾക്ക് സാധാരണയായി ഒരു ആനുവൽ ഫീസ് വരാറുണ്ട്. എന്നാൽ വളരെ കൃത്യമായി കാർഡ് മാനേജ് ചെയ്യുകയും മണി മാനേജ് ചെയ്യുകയും ഇത് തിരിച്ചടയ്ക്കുകയും ഓഫറുകളെല്ലാം വളരെ കൃത്യമായി ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ആനുവൽ ഫീസ് ലാഭമാണ്. അതായത് ഞാൻ കൂടുതൽ യാത്ര ചെയ്യുന്ന ആളാണെങ്കിൽ, എനിക്ക് ഫ്ലൈറ്റിലാണ് കൂടുതൽ പോകേണ്ടതെങ്കിൽ ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റുകൾ എടുക്കുന്നത് ഈ കാർഡുകൾ വെച്ചിട്ടാണ്. മാസാവസാനം അല്ലെങ്കിൽ 2-3 ആഴ്ചയ്ക്ക് ശേഷം ഞാൻ ഈ പൈസ തിരിച്ചടയ്ക്കുന്നു. ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ സ്ഥിരമായിട്ട് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ എനിക്ക് അവർ ഓഫറുകൾ തരുന്നു. ചിലപ്പോൾ 2 രൂപയ്ക്കോ 1 രൂപയ്ക്കോ ഒക്കെ യാത്ര ചെയ്യാൻ വരെ പറ്റിയേക്കാം. പല കാർഡുകളും ഇങ്ങനെ പല ഓഫറുകളുമാണ് നമുക്ക് തരാറ്. ഇനി പെട്രോൾ അടിക്കുന്ന ഒരാളാണെങ്കിൽ 5% അല്ലെങ്കിൽ 10% പല കാർഡുകളിലും ഡിഡക്ഷൻസ് തരാറുണ്ട്. ഇനി ഷോപ്പ് ചെയ്യുന്ന ഒരാളാണ്, സാധനങ്ങൾ മേടിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ഓരോ ഫോണിൻ്റെയോ അല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെയോ ഒക്കെ പേയ്മെൻറ്റ് ഓപ്ഷൻസ് നോക്കുമ്പോൾ ഇന്ന ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാൽ ഇത്ര ശതമാനം ഓഫ്, ഇന്ന കാർഡിൻ്റെ അല്ലെങ്കിൽ ഇന്ന ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാൽ ഇത്ര ശതമാനം ഓഫെന്നും പറഞ്ഞ് നിങ്ങൾ കാണാറുണ്ട്. ഇത് തന്നെയാണ് ക്രെഡിറ്റ് കാർഡിൻ്റെ ഏറ്റവും വലിയ ഗുണവും. ഇനി ഇതിൻ്റെ ചില ദോഷവശങ്ങളുമുണ്ട്. അതായത് കൃത്യമായിട്ട് ഇത് അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ഏകദേശം 20 തൊട്ട് 30-40% വരെയാണ് ഓരോ ക്രെഡിറ്റ് കാർഡിനും ഇൻട്രസ്റ്റ് വരിക നമ്മൾ ഡ്യൂ ഡേറ്റ് മുടങ്ങിക്കഴിഞ്ഞാൽ. പല ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ, ഉദാഹരണം 2-3 ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇവർക്ക് ഈ ഡ്യൂ ഡേറ്റ് പലപ്പോഴും മിസ്സാകാറുണ്ട്. ഇത് അവരെ വലിയ കടബാധ്യതയിലേക്ക് വരുത്തുകയും ചെയ്യും. കാരണം 20% അല്ലെങ്കിൽ 30% ഇൻട്രസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഒരു വലിയ ഇൻട്രസ്റ്റാണ്. ഇനി ക്രെഡിറ്റ് കാർഡിൻ്റെ ചില ദൂഷ്യവശങ്ങളെക്കുറിച്ച് നോക്കാം. ഡയമണ്ട് നെക്ലേസ് മൂവിയൊക്കെ കണ്ടവർക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഇതെന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഡ്യൂ ഡേറ്റും കാര്യങ്ങളൊക്കെ മിസ്സായാലുള്ള പ്രശ്നങ്ങളെന്ന് ആ സിനിമ കണ്ടവർക്ക് ഏകദേശം മനസ്സിലാവും. എങ്കിലും മനസ്സിലാകാത്തവർക്ക് അല്ലെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരാം. ഞാനൊരു 1 ലക്ഷം രൂപ വരുന്ന ഒരു മൊബൈലോ ലാപ്ടോപ്പോ വാങ്ങുന്നു. അതിൻ്റെ ഡ്യൂ ഡേറ്റ് ഞാൻ മിസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഏകദേശം 30 തൊട്ട് 50% വരെയാണ് ഇൻട്രസ്റ്റ് ഈടാക്കുക. 2-ാം തീയതിയാണ് എൻ്റെ ഡ്യൂ ഡേറ്റ് എങ്കിൽ ഞാൻ 3-ാം തീയതി 4-ാം തീയതിയാണ് ഇത് ഓർക്കുന്നതെങ്കിൽ ഓൾറെഡി അവർ ഇൻട്രസ്റ്റ് ഈടാക്കി കഴിഞ്ഞിരിക്കും. അപ്പോൾ 1 ലക്ഷം രൂപ മേടിച്ച് ഞാൻ 1,20,000 രൂപ അല്ലെങ്കിൽ 1,30,000 രൂപ കടക്കാരനായി. ഇതാണ് ക്രെഡിറ്റ് കാർഡിൻ്റെ ദൂഷ്യവശങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും വലിയ ദൂഷ്യമെന്ന് പറയുന്നത്. എന്നാൽ ഇത് കൃത്യമായി അടയ്ക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ആ 1 ലക്ഷം രൂപ വളരെ കൃത്യമായിട്ട് അടയ്ക്കുകയാണെങ്കിൽ അയാൾക്ക് യാതൊരുവിധ ഇൻട്രസ്റ്റും വരുന്നതല്ല. അയാളുടെ ആവേശത്തിന് അയാൾക്കിത് ഉപയോഗിക്കുകയും മാസാവസാനം അയാളുടെ സാലറി വരുമ്പോൾ അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ അയാൾക്ക് കിട്ടാനുള്ള പൈസ കിട്ടിക്കഴിയുമ്പോൾ അയാളിത് തിരിച്ചടയ്ക്കുകയും ചെയ്യും. ഇതുവഴി അയാൾക്ക് യാതൊരു കടബാധ്യതയും വരുന്നില്ല, യാതൊരു പ്രശ്നങ്ങളും വരുന്നില്ല. ഇനി സേവിങ്സ് അക്കൗണ്ടൊക്കെ ഉള്ള ആളാണെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് കാർഡ് വഴി സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുകയും നമ്മുടെ ഡെബിറ്റ് കാർഡിലെ അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലെ പൈസ അവിടെ ഹോൾഡ് ചെയ്യുകയും ചെയ്യുന്ന വഴി ഒരു മാസത്തെ ഇൻട്രസ്റ്റ് നമുക്ക് കൂടുതൽ കിട്ടുന്നു. അതേസമയം ക്രെഡിറ്റ് കാർഡിന് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കുകയും വേണ്ട, യഥാസമയം തിരിച്ചടച്ചാൽ മാത്രം മതി. എന്നാൽ ഇതിൻ്റെ മറ്റൊരു വശം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും 3-4 ക്രെഡിറ്റ് കാർഡുകൾ കൊണ്ടു നടക്കുകയും ഇതിൽ നിന്നെല്ലാം ലാവിഷായിട്ട് ചിലവാക്കുകയും തിരിച്ചടയ്ക്കാൻ പൈസ ഇല്ലാതെ വരികയും ചെയ്യും. ഇവർ മിനിമം ഡ്യൂ മാത്രം അടച്ച് ഇതിനെ ഹോൾഡ് ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നീട് വല്ല പേഴ്സണൽ ലോണും എടുക്കേണ്ടി വരും ഈ പൈസ തിരിച്ചടയ്ക്കാനായിട്ട്. ഇങ്ങനെയുള്ളവരും നമുക്കിടയിലുണ്ട് ഒരുപാട് പേര്. ഇവരാണ് നമ്മളോട് പലപ്പോഴും ക്രെഡിറ്റ് കാർഡ് എടുക്കരുത്, അത് ഉപയോഗിക്കരുത്, അത് ദോഷമാണ് എന്നൊക്കെ പറയുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു പല ക്രെഡിറ്റ് കാർഡുകൾക്കും പല രീതിയിലുള്ള ഓഫറുകളാണെന്ന്. അത് വളരെ കൃത്യമായി തിരഞ്ഞെടുത്തില്ലെങ്കിൽ നമുക്ക് പറ്റുന്ന മറ്റൊരു മണ്ടത്തരം കൂടിയാകും. അതായത് ഞാൻ കൂടുതലായിട്ടും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നത് കൂടുതൽ ഓർഡർ ചെയ്യാനോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കാനോ ഒക്കെ ആണെന്ന് വിചാരിക്കുക. ഞാൻ എടുത്ത ക്രെഡിറ്റ് കാർഡ് എന്നാൽ പെട്രോളിൻ്റെ അല്ലെങ്കിൽ പെട്രോൾ അടിക്കുമ്പോൾ പൈസ കുറവ് കിട്ടുന്നതോ അല്ലെങ്കിൽ പെട്രോളിന് ഓഫറുള്ള ഒരു ക്രെഡിറ്റ് കാർഡാണെങ്കിൽ അതുകൊണ്ട് എനിക്ക് വലിയ ഉപയോഗമൊന്നുമില്ല. ഇതാണ് മറ്റൊരു തരത്തിലുള്ള മണ്ടത്തരം നമുക്ക് പറ്റുന്നത്. ഇനി ചില ആൾക്കാരുണ്ട്
ആര് ക്രെഡിറ്റ് കാർഡിന് വിളിച്ചാലും മേടിക്കുകയും ഇതെല്ലാം മേടിച്ച് കയ്യിൽ വെച്ച് കടക്കണി വരുത്തി വയ്ക്കുകയും ചെയ്യുന്ന മറ്റു ചിലർ, വലിയൊരു കടക്കണിയിലാവുകയും ചെയ്യുന്ന ചിലർ. ഇതാണ് ആദ്യമേ പറഞ്ഞത്, നമുക്ക് സാമ്പത്തിക ഭദ്രത അല്ലെങ്കിൽ സാമ്പത്തിക അച്ചടക്കമില്ലെങ്കിൽ ഒരിക്കലും ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ പോകരുത് എന്ന്. ഇനി RBI അപ്രൂവ്ഡ് അല്ലാത്ത ചില തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇവർ നമുക്ക് പൈസ ലോണായിട്ട് തരും. അതായത് നമ്മുടെ ഫോട്ടോയും അതുപോലെ തന്നെ മറ്റ് ഡീറ്റെയിൽസും കൊടുത്തു കഴിഞ്ഞാൽ വളരെ കൃത്യമായി 10,000-10,000 രൂപ അവർ തരും. പക്ഷേ ഇത് തിരിച്ചടയ്ക്കാതെ വരികയോ അല്ലെങ്കിൽ തിരിച്ചടയ്ക്കാൻ കഴിയാതെ വരികയോ എന്തെങ്കിലും പ്രശ്നമോ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ അയച്ചു കൊടുത്ത ഫോട്ടോ തന്നെ മോർഫ് ചെയ്ത് നമ്മുടെ സുഹൃത്തുക്കൾക്കും നമ്മുടെ കോൺടാക്റ്റ് ഉള്ളവർക്കൊക്കെ അവർ അയച്ചു കൊടുക്കുകയും ഇതുവഴി പലരും ആത്മഹത്യ ചെയ്തിട്ടുമുണ്ട്. ഇപ്പോഴും സൈബർ പോലീസിൽ അല്ലെങ്കിൽ സൈബർ ക്രൈമിൽ ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്നത് ഈ സാമ്പത്തിക തട്ടിപ്പ് തന്നെയാണ്. ഇതിനെതിരെ പോലീസിന് പോലും ഒന്നും ചെയ്യാനും കഴിയുന്നില്ല. ഇനി തിരിച്ച് നമ്മുടെ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡിലേക്ക് വരികയാണെങ്കിൽ, നമ്മുടെ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡിൽ നിന്നും നമ്മുടെ പണം പോവുകയാണ് അല്ലെങ്കിൽ ആരെങ്കിലും അടിച്ചു മാറ്റുകയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമുക്ക് തന്നെയായിരിക്കും. അതായത് പോയ പണം ഒരു കാരണവശാലും തിരിച്ചു കിട്ടാൻ പറ്റില്ല അല്ലെങ്കിൽ തിരിച്ചു കിട്ടില്ല എന്നർത്ഥം. ഇനി ഇത് പോകുന്നത് ക്രെഡിറ്റ് കാർഡിൽ നിന്നാണെന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ശരിക്കും ബാങ്കാണ് ഈ പണം പേ ചെയ്യുന്നത്. 3 ദിവസത്തിനകം ഇത് നമ്മൾ ചെയ്തതല്ലെന്നും ഇത് ഫ്രോഡാണെന്നും നമ്മൾ വളരെ കൃത്യമായ രേഖ തെളിവ് ബാങ്കിന് സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് ബാങ്കാണ് ഇത് ടേക്ക് ഓവർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നും പണം പോകുകയില്ല. മറിച്ച് ബാങ്ക് ഇതിനെതിരെ ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുകയും അവരതിനെ വളരെ കാര്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്യുകയും ചെയ്യും. ഇതുകൊണ്ടാണ് ക്രെഡിറ്റ് കാർഡാണ് കുറച്ചുകൂടി സേഫ് എന്ന് പറയുന്നത്, പണം കൈകാര്യം ചെയ്യാൻ അറിയാവുന്നവർക്കും മാത്രം. ഇനി ഇതെടുക്കുന്നത് കൊണ്ട് ബാങ്കിന് എന്താണ്, അല്ലെങ്കിൽ ഇത് തരുന്നത് കൊണ്ട് ബാങ്കിന് എന്താണ് നേട്ടം, എന്താണ് ലാഭം എന്നൊക്കെ നമ്മൾ പലരും ചിന്തിക്കുന്ന ഒന്നാണ്. കാരണം ഒരു ഇൻട്രസ്റ്റും ഇല്ലാതെ നമുക്ക് പൈസ തരുന്നു, അത് കൃത്യമായിട്ട് തിരിച്ചടച്ചു കഴിഞ്ഞാൽ ബാങ്കിന് യാതൊരു ഇൻട്രസ്റ്റും കിട്ടുന്നതല്ല. എന്താണ് ഇതുവഴി ബാങ്കിനുള്ള നേട്ടം എന്ന് നമ്മൾ പലരും ചിന്തിക്കുന്നുണ്ട്. ചിലർ വിചാരിക്കും ഇത് തിരിച്ചടയ്ക്കാത്തവരാണ്, കാരണം അവരുടെ പലിശ കിട്ടുമല്ലോ, ഇതായിരിക്കും ബാങ്കിൻ്റെ നേട്ടമെന്ന്. എന്നാൽ അങ്ങനെയല്ല. ഇതിൽ ബാങ്കിൻ്റെ നേട്ടം നമ്മുടെ ട്രാൻസാക്ഷൻ കിട്ടുന്നു എന്നുള്ളതാണ്. അതായത് ഇന്ന് ഒരു അത്യാവശ്യം വരുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഹോസ്പിറ്റൽ ആവശ്യത്തിന് ഞാൻ 30,000 എടുക്കുന്നു, തിരിച്ച് എൻ്റെ സാലറി വരുമ്പോൾ ഈ പൈസ കൃത്യമായിട്ട് അവർക്ക് തിരിച്ചടക്കുകയും കൊടുക്കുമ്പോൾ ഈ 30,000-ൻ്റെ ട്രാൻസാക്ഷൻ അവരുടെ ബാങ്കിലൂടെ നടക്കുന്നു എന്നുള്ളതാണ് അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ലാഭം. എൻ്റെ ഒരു സുഹൃത്ത് ബാംഗ്ലൂരിലുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ക്രെഡിറ്റ് കാർഡൊന്നുമില്ല, വൈറ്റ് കോളർ ജോലിയാണ്, അത്യാവശ്യം ഡീസൻ്റായിട്ട് ജീവിച്ചു പോകുന്ന ഒരാളാണ്. അയാളെ നിരന്തരമായിട്ട് ഒരു ബാങ്കിൽ നിന്ന് വിളിച്ച് ക്രെഡിറ്റ് കാർഡ് എടുക്കാനായിട്ട് പറയുന്നുണ്ട്. അവസാനം ഒന്ന് എടുത്തു നോക്കാം എന്നുള്ള രീതിയിൽ അദ്ദേഹം അത് എടുക്കുന്നു. അപ്പോഴാണ് ഇതിൻ്റെ ഒരു മായാലോകം അദ്ദേഹത്തിന് തുറന്നു കിട്ടുന്നത്. അതായത് 1,00,000 രൂപയോളം ഇതിന് ക്രെഡിറ്റ് ലിമിറ്റുണ്ട്. ആദ്യമൊക്കെ വളരെ കൃത്യമായിട്ട് അടച്ചു പോകുമായിരുന്നു. പക്ഷെ പിന്നീട് ഷോപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനും യാത്ര ചെയ്യാനൊക്കെ ഇത് അയാളൊരു നേട്ടമായിട്ട് കണ്ടു. കാരണം പൈസ ഇഷ്ടംപോലെ ഉണ്ട്, എന്ത് വേണേൽ ചെയ്യാം, മാസാവസാനം അടച്ചാൽ മതി എന്നുള്ള രീതിയിൽ അദ്ദേഹം കണ്ടു. അങ്ങനെ അദ്ദേഹം വളരെ ലാവിഷായിട്ട് കാര്യങ്ങൾ ജീവിച്ചു പോകുന്നു, വളരെ അത്യാർഭാടമായിട്ട് സാധനങ്ങൾ മേടിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് മാസാവസാനം അടയ്ക്കാൻ പറ്റാതെ വന്നപ്പോൾ ആണ് അദ്ദേഹത്തിന് ഇതിൻ്റെ ശരിക്കുള്ള കെണിയിൽപ്പെട്ടത്. പിന്നീട് മിനിമം ഡ്യൂ മാത്രം അടച്ച് കുറേ കാലം മുന്നോട്ട് പോയി. അപ്പോഴാണ് മറ്റൊരു ബാങ്കിൽ നിന്ന് വിളിച്ച് ക്രെഡിറ്റ് കാർഡ് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം ആ ക്രെഡിറ്റ് കാർഡ് എടുക്കുകയും ഇതിന് അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് കാര്യം പറഞ്ഞാൽ അത് എടുക്കുന്നതെങ്കിലും അതെടുത്തു കഴിഞ്ഞപ്പോൾ വീണ്ടും ക്രെഡിറ്റ് ലിമിറ്റ് കൂടുതലായതുകൊണ്ട് വീണ്ടും മറ്റ് ആർഭാടങ്ങളും മറ്റ് ഉപയോഗങ്ങളും വന്നതുമൂലം അതും ഒരുപാട് ഡ്യൂ ആകുന്നു. അങ്ങനെ ഒന്നെടുത്ത് അയാൾക്ക് ഇപ്പോൾ ഏകദേശം 9ഓളം ക്രെഡിറ്റ് കാർഡുകളുണ്ട്. ഇതിനൊക്കെ തിരിച്ചടയ്ക്കാൻ നല്ല പണിയുമാണ്. അതിന് ഒരു പേഴ്സണൽ ലോൺ അദ്ദേഹം ഇപ്പോൾ തപ്പിക്കൊണ്ട് നടക്കുകയാണ്. ഇത്രയും ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ ഡ്യൂ ഉള്ളത് കൊണ്ട് തന്നെ ഒരു ബാങ്കും അദ്ദേഹത്തിന് ലോൺ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഇതാണ് ക്രെഡിറ്റ് കാർഡിൻ്റെ ശരിക്കുള്ള ട്രാപ്പ്. ക്രെഡിറ്റ് കാർഡിൻ്റെ മായാലോകം, അതായത് നമുക്ക് ഇത്രയും പൈസ ലിമിറ്റില്ലാണ്ട് ചിലവാക്കാം എന്നുള്ള മായാലോകത്തിൽ പെട്ടുകഴിഞ്ഞാലുള്ള പ്രശ്നം ഇതാണ്. ഇതുകൊണ്ടാണ് നമ്മൾ ആദ്യം തൊട്ടേ പറഞ്ഞത്, സാമ്പത്തിക അച്ചടക്കമുണ്ടെങ്കിൽ മാത്രമേ ക്രെഡിറ്റ് കാർഡ് എടുക്കാവൂ, അല്ലെങ്കിൽ ആ പണിക്ക് പോകുകയേ ചെയ്യരുത്. അതുപോലെ തന്നെ എടുത്തു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ഡ്യൂ ഡേറ്റ് ഓർത്ത് വെക്കുകയും അത് തിരിച്ചടക്കുകയും വേണം. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് അത്ര മോശമൊന്നുമല്ല. നമ്മൾ ഡെബിറ്റ് കാർഡിൻ്റെയും ക്രെഡിറ്റ് കാർഡിൻ്റെയും ഗുണങ്ങളും ദോഷങ്ങളും കണ്ടു. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന മൂലം ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇൻഷുറൻസും അതുപോലെ തന്നെ നമ്മുടെ പൈസയുടെ സേഫ്റ്റിയും, നമുക്ക് സേവിങ്സ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന മൂലമുണ്ട്. നമ്മുടെ സിബിൽ സ്കോർ കൂടുന്നു, അതുപോലെ തന്നെ
മറ്റ് ചില ആപ്പുകളിൽ നിന്ന്, അതായത് പെട്രോൾ അടിക്കാനോ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഷോപ്പ് ചെയ്യുന്നവർക്കുള്ള അവിടുന്ന് ഓഫറുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് കിട്ടുന്നു. ഇതൊക്കെ ക്രെഡിറ്റ് കാർഡിൻ്റെ ഗുണങ്ങളുമാണ്. അപ്പോൾ വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കുക എന്നത് മാത്രമാണ്, അല്ലെങ്കിൽ പൈസയെ വളരെ കൃത്യമായിട്ട് വിനിയോഗിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതൊക്കെ തടയാനും അല്ലെങ്കിൽ ഇതൊക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കാനുമുള്ള ഒരു പോംവഴി. അപ്പോൾ അടുത്തൊരു സ്റ്റോറിയുമായിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ്, ജോയൽ ജോസഫ്.